ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണാം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, എൻ്റെ കുപ്പായം ഒന്നും നന്നല്ല അമ്മേ. കല്യാണത്തിന് വരുന്ന കുട്ടികൾ കണ്ടാൽ പരിഹസിക്കില്ലേ? കുപ്പായം എന്നതിലേതാണ്. പാഠസന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് കുട്ടികളുടെ മാനസികാവസ്ഥ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്കറിയാവുന്ന പാഠഭാഗമാണ്, നമ്മുടെ MTയുടെ പാഠഭാഗമാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്, കുട്ടി ആ സമയത്ത് ഉണ്ടായിരുന്ന മാനസികാവസ്ഥ എന്തൊക്കെയാണ്, ആ സന്ദർഭം വിശകലനം ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ MTയുടെ ബാല്യകാല അനുഭവമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അമ്മിണി ഒപ്പുവിൻ്റെ കല്യാണത്തിനിടാൻ നല്ല കുപ്പായമില്ലാത്തതിൻ്റെ വിഷമത്തിലായിരുന്നു വാസു. പഴയ കുപ്പായവും ഇട്ടുപോയാൽ കല്യാണത്തിന് വരുന്ന മറ്റു കുട്ടികൾക്ക് മുന്നിൽ താൻ നാണം കെടുവെന്ന സങ്കടമായിരുന്നു അവന്. അമ്മ പറഞ്ഞതനുസരിച്ച് അച്ഛൻ്റെ പെട്ടിയിൽ നോക്കിയപ്പോൾ ആകെ കിട്ടിയ തുണി കിടക്കവിരിപ്പിന് മാത്രമേ പറ്റൂ എന്ന് കൊച്ചുണ്ണിയേട്ടൻ പറയുന്നു. മറ്റു വഴിയൊന്നും കാണാതായപ്പോൾ ആ തുണി കൊണ്ട് തന്നെ അവൻ ഷർട്ടിട്ടപ്പോൾ മറ്റു കുട്ടികൾ തന്നെ ക്കുന്നതായി അവന് തോന്നി. പനിനീർ തളിക്കാൻ രാമൻകുട്ടി നായർ അവനെ തന്നെ തിരഞ്ഞെടുക്കുകയും കൂടി ചെയ്തപ്പോൾ അവൻ്റെ സങ്കടങ്ങളെല്ലാം മാറി. മറ്റു കുട്ടികളെല്ലാം അസൂയയോടെയാണ് തന്നെ നോക്കുന്നത് എന്നവന് മനസ്സിലായി. ഇതെല്ലാം അവൻ്റെ മനസ്സിൽ സന്തോഷം നിറച്ചു. ഈ സന്ദർഭമാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അവൻ്റെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളത് എഴുതേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ദാരിദ്ര്യത്തിൻ്റെ മാറിലേക്ക് വീഴുന്ന വെട്ടുപോലെ തൂമ്പ അയാളുടെ കയ്യിൽ നിന്ന് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നു. ആ വാഴവെട്ട് എന്നതിലെ ഒരു സന്ദർഭമാണ് തന്നിട്ടുള്ളത്. കർഷകരുടെ ജീവിതത്തെക്കുറിച്ചുള്ള എന്തെല്ലാം സൂചനകളാണ് ഈ പാഠഭാഗങ്ങളിൽ തെളിയുന്നത് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്കറിയാം, ഈ പാഠഭാഗം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മാർക്കോസ് ചേട്ടനെയും ഒക്കെ നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഉത്തരം എഴുതാൻ. 1940കളിലെ മധ്യ തിരുവിതാംകൂറിലെ കാർഷിക ജീവിതം പശ്ചാത്തലമാക്കി പൊൻകുന്നം വർക്കി രചിച്ച ചെറുകഥയാണ് ആ വാഴവെട്ട്. ഈ കഥയിലെ പ്രധാന കഥാപാത്രമാണ് കർഷകനായ മാർക്കോസ് ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ കൃഷിയിലുള്ള അറിവും അനുഭവജ്ഞാനവും വ്യക്തമാക്കുന്ന ഒരു പഴഞ്ചൊല്ലിലൂടെയാണ് പാഠഭാഗം തുടങ്ങുന്നത്. എല്ലുകൾ ഉന്തി നിൽക്കുന്ന അർദ്ധനഗ്നമായ ശരീരവും വളഞ്ഞ നട്ടെല്ലും പൊട്ടിയ കവിളുകളും കുഴിഞ്ഞ കണ്ണുമെല്ലാം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും നേർചിത്രമാണ് വരച്ചു കാണിക്കുന്നത്. വെയിലും ചൂടും വകവെക്കാതെ തൻ്റെ പറമ്പിൽ അധ്വാനിക്കുന്ന അദ്ദേഹത്തിൻ്റെ മുഖത്ത് പക്ഷേ പ്രസന്നത കാണാനേ കഴിയില്ല. കേരളത്തിലെ കർഷകരുടെ എല്ലാം അവസ്ഥ സമാനമാണെന്ന് കഥാകൃത്ത് പറയുന്നു. കഷ്ടിച്ച് ഒരേക്കർ സ്ഥലം അദ്ദേഹത്തിന് ഉള്ളൂ. അധ്വാനം കൊണ്ട് ചുവടുപിടിപ്പിച്ച കുറേ വാഴകളാണ് ആ പുരയിടത്തിൻ്റെ പച്ചപ്പ്. ജീവിതം കരുപിടിപ്പിക്കാൻ നല്ല കഷ്ടപ്പെടുകയാണ് മാർക്കോസ് ചേട്ടൻ. ആ സാഹചര്യത്തിലാണ് രോഗഭീഷണി ആരോപിച്ച് വാഴകൾ വെട്ടിക്കളയുന്നതിനുള്ള സർക്കാർ ഉത്തരവ് ഇറങ്ങുന്നത്. അതിനാൽ മാർക്കോസ് ചേട്ടൻ്റെ വാഴത്തോട്ടത്തിലെ കുലച്ചതും കുലക്കാത്തതുമായ വാഴകൾ വെട്ടാൻ അധികാരികൾ ആജ്ഞാപിക്കുന്നു. വാഴയ്ക്ക് രോഗമുണ്ടെന്ന് പറയേണ്ടത് കൃഷിക്കാരനാണ്, അല്ലാതെ ഉദ്യോഗസ്ഥരല്ല എന്ന നിലപാടാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇത്തരത്തിൽ കർഷകൻ്റെയും കൃഷിയുടെയും പ്രാധാന്യത്തെ കുറിച്ചിട്ടും അവരുടെ മാനസികാവസ്ഥയെ കുറിച്ചിട്ടുമാണ് ഈ പാഠഭാഗങ്ങളിൽ പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം, തേൻകനി എന്ന പാഠഭാഗത്തിലെ ഉപദേശങ്ങളോടുള്ള നിങ്ങളുടെ പ്രതികരണം വ്യക്തമാക്കുക. അപ്പോൾ അതിൽ ഒരുപാട് ഉപദേശം പറയുന്നുണ്ട്. എന്താണ്, കാട്ടിലേക്ക് പോയാൽ എവിടെയാണെന്ന് കാണിച്ചു കൊടുത്താൽ മതി, നീ പറിച്ചു കൊടുക്കണ്ട, മഴയത്ത് ഇറങ്ങരുത് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതെല്ലാം ഉപദേശങ്ങളാണ്. അപ്പോൾ ഉപദേശങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ് നിങ്ങൾ വ്യക്തമാക്കേണ്ടത്. കുട്ടികളുടെ സുരക്ഷയെ കരുതി പറയുന്ന വാക്കുകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ ബാലമനസ്സിൻ്റെ സങ്കല്പങ്ങളിൽ ഇത്തരം ഭയങ്ങൾ വളരെ വേഗം സ്വീകരിക്കുകയാണ് ചെയ്യുക. പരസ്പരം കൂട്ടുകൂടുമ്പോൾ സംഘബലം ഭയത്തെ ഇല്ലാതാക്കുകയും അപകടങ്ങളിൽ ചെന്ന് പെടുകയും ചെയ്യും. കുട്ടികളെ കൂടുതൽ അധ്വാനശീലരാക്കാനും മടി മാറ്റിയെടുക്കാനും ഇത്തരം ഉപദേശങ്ങൾ സഹായിക്കും. ഓരോ കുട്ടിയിലും ഉണ്ടാകേണ്ട സ്വാശ്രയബോധത്തെ ബോധ്യപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. വല്ലവരുടെയും അധ്വാനത്തിൻ്റെ പങ്കുപറ്റി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. കൈ നനയാതെ മീൻ പിടിക്കാൻ നോക്കുന്ന ഇത്തരക്കാർക്കുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അധ്വാനിക്കാതെ എന്തെങ്കിലും നേടാൻ ശ്രമിച്ചാൽ അത് പാഴായി പോകുമെന്നും പരിശ്രമത്തിലൂടെ നേടുമ്പോൾ മാത്രമേ നേട്ടങ്ങൾക്ക് മധുരമുണ്ടാകൂ എന്നും നാടകകൃത്ത് നമ്മളോട് വ്യക്തമാക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നും മറ്റൊരു ചോദ്യം കൂടെ വരാം. എന്താണ്, കൈ നനയാതെ മീൻ പിടിക്കുക എന്നത് വ്യക്തമാക്കാൻ വേണ്ടി പറയാം, അല്ലെങ്കിൽ പാഠഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ ഉത്തരം എഴുതാൻ വേണ്ടി പറയാം, അല്ലെങ്കിൽ ഇന്നത്തെ
സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആളുകളുണ്ട്, എന്താണ് നിങ്ങളുടെ പ്രതികരണം എന്നും ചോദിക്കാം. ഓക്കെ, ഇനി നാലാമത്തേത്, അനുഭവങ്ങളുടെ തീവ്രതയും സാമൂഹിക ജീവിതത്തിൻ്റെ സവിശേഷതകളുമാണ് ഓർമ്മക്കുറിപ്പിൻ്റെ ഹൃദയസ്പർശിയാക്കുന്നത്. ഈ നിരീക്ഷണം കുപ്പായം എന്ന പാഠഭാഗത്തിന് എത്രമാത്രം യോജിക്കുന്നുണ്ട്? നിങ്ങളുടെ കണ്ടെത്തലുകൾ അവതരിപ്പിക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ കുപ്പായം എന്ന പാഠഭാഗം തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ പറഞ്ഞ സന്ദർഭം തന്നെ നമുക്ക് ഇവിടെയും എഴുതാവുന്നതാണ്. അമ്മുടി ഒപ്പുവിൻ്റെ കല്യാണത്തിനിടാൻ നല്ല കുപ്പായമില്ലാത്തതിൻ്റെ വിഷമത്തിലായിരുന്നു വാസു. പഴയ കുപ്പായവും ഇട്ടുപോയാൽ കല്യാണത്തിന് വരുന്ന മറ്റു കുട്ടികൾക്ക് മുമ്പിൽ താൻ നാണം കെടുമെന്ന സങ്കടമായിരുന്നു അവന്. അമ്മ പറഞ്ഞതനുസരിച്ച് അച്ഛൻ്റെ പെട്ടിയിൽ നോക്കിയപ്പോൾ ആകെ കിട്ടിയ തുണി കിടക്ക വിരിപ്പിന് മാത്രമേ പറ്റൂ എന്ന് കൊച്ചുണ്ണിയേട്ടൻ പറയുന്നു. അതുകൊണ്ട് ഷർട്ട് ഇട്ട് അവൻ കല്യാണത്തിന് പോവുകയും അവരെ ആത്മവിശ്വാസവും ആത്മസംതൃപ്തിയും നൽകുന്ന സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അനുഭവങ്ങളുടെ തീവ്രതയും സാമൂഹിക ജീവിതത്തിൻ്റെ സവിശേഷതകളുമാണ് ഓർമ്മക്കുറിപ്പിനെ ഹൃദയസ്പർശിയാക്കുന്നത് എന്ന് പറയുന്നത് വളരെ അർത്ഥവത്തായ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തെ യഥാർത്ഥത്തിൽ ഊർജ്ജസ്വലമാക്കുന്നതും ഹൃദയസ്പർശിയാക്കുന്നതും. ഓക്കെ, ഇതിൽ നിന്ന് മറ്റൊരു ചോദ്യം വരാം. നമ്മുടെ ജീവിതവും അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക അനുഭവങ്ങളും എത്രത്തോളം നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അനുഭവങ്ങളും മനുഷ്യൻ്റെ ജീവിതവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാം. അഞ്ചാമത്തെ ചോദ്യം, നമ്മൾ പഠിച്ച പാഠഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ ബഷീറിൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് വ്യക്തമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബഷീറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ബഷീറിൻ്റെ പാഠഭാഗവും പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഉത്തരം എഴുതാം. ഒരു ഓർമ്മ ചിത്രമാണ് വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ ബഷീർ എന്ന ബല്യ 1 എന്ന പാഠഭാഗം. രോഗശയ്യയിൽ അവശയായി കിടക്കുന്ന കവി എൻ കക്കാടിനെ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറും വിഷ്ണുനാരായണൻ നമ്പൂതിരിയും. ഈ സന്ദർശന വേളയിൽ തൻ്റെ പേരക്കുട്ടിയെ ഈശ്വര സത്യജ്ഞാനിയും സൂഫിയുമായ അങ്ങ് നെറുകയിൽ തൊട്ട് അനുഗ്രഹിച്ചാലും എന്ന് വിഷ്ണു നമ്പൂതിരി ബഷീറിനോട് അഭ്യർത്ഥിച്ചു. കുഴിയാനയിൽ ആട്ടിൻ സർവ്വചരാചരങ്ങളെ സ്നേഹപ്പൊരുൾ തേടിയ കൈകൊണ്ട് തൻ്റെ കിടാവിനെ ആശീർവദിക്കണമെന്ന് കവി ബഷീറിനോട് ആവശ്യപ്പെടുന്നു. വികൃതിയും കളിതമാശകളും പറഞ്ഞ് ബഷീർ കുഞ്ഞിനെ മടിയിൽ ചേർത്തിരുത്തി. ഈ സന്ദർഭത്തിലാണ് തൻ്റെ രണ്ടാം ബാല്യം ബഷീർ ആസ്വദിച്ചത്. പൈതൽ മുണ്ടിൽ അഴുക്കാക്കും, കരുതിയിരിക്കുക എന്ന് നമ്പൂതിരി മുന്നറിയിപ്പ് നൽകിയപ്പോൾ മിടുക്കത്തെ ശരീരത്തിൽ തീർത്ഥം തെളിച്ചോട്ടെ എന്നായിരുന്നു ബഷീറിൻ്റെ മറുപടി. ബഷീറിൻ്റെ തനതു ഭാഷയും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളും തുടർന്ന് കവി നമ്മോട് പങ്കുവെക്കുന്നു. ഒന്നിനോട് ഒന്ന് ചേരുമ്പോൾ രണ്ടാകും. ഹിന്ദുവും മുസൽമാനും ആചരിക്കുന്നത് ഈ 2 എന്ന അവസ്ഥയാണ്. ജാതിമത വർണ്ണവർഗ വ്യത്യാസത്തിൻ്റെ പേരിൽ മനുഷ്യൻ രണ്ടായി നിൽക്കുന്ന അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു സത്യവും മറ്റൊരു സത്യവും ചേരുമ്പോൾ വലിയൊരു സത്യം ഉണ്ടാകുന്നു. അതുപോലെ ഒന്നും ചേരുമ്പോൾ 2 അല്ല, വലിയൊരു ഒന്നായി തീരുമെന്ന ദർശനം ബഷീർ നൽകുന്നു. പുഴയും ചേർന്ന് വലിയൊരു കടലായി തീരുന്നത് പോലെ ജീവിത ദർശനവും നർമ്മവും ഒത്തുചേർന്ന ആനന്ദക്കടലാണ് ബഷീറിൻ്റെ കല. ആ കല അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നർമ്മമായി തിളങ്ങുന്നു. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, ഐക്യമത്യം മഹാബലം എന്ന പഴഞ്ചൊല്ലിനെ കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്താൻ വേണ്ടി പറയാം. ഒരു ജനറലായിട്ട് ചോദ്യം വരാവുന്നതാണ്. ഒന്നിച്ചു നിന്നാൽ ഏതു പ്രതിസന്ധിയെയും അനായാസം മറികടക്കാം എന്ന വലിയ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. കൈകോർത്തവർ പറഞ്ഞത് എന്ന കവിതയിൽ നമുക്ക് ഈ ഒരു ആശയത്തെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രളയം എന്ന മഹാമാരി കേരളക്കരയെ വിഴുങ്ങിത്തിന്നാൻ വന്നപ്പോൾ എല്ലാവരും ജാതിമതഭേദമന്യേ ഒറ്റക്കെട്ടായി നിന്ന് അതിനെ നേരിട്ടു. മാത്രമല്ല ഉറ്റവിടെയും ഉടവരെയും നഷ്ടപ്പെട്ടവർക്ക് നൃത്തവും പാട്ടും ആശ്വാസമേകി. ഐക്യതയോടെ നിന്നാൽ ഏതൊരു ശക്തിക്കും നമ്മെ തകർക്കാൻ കഴിയില്ല. ഒരേ മനസ്സോടെ കൈകോർത്ത് നിന്ന് കേരളം കണ്ട വലിയ പ്രതിസന്ധിയെ മറികടന്നതുപോലെ ഒറ്റക്കെട്ടായി നിന്നാൽ ഏതു പ്രതിസന്ധിയെയും തരണം ചെയ്യാനും തോൽപ്പിക്കാനും നമുക്ക് സാധിക്കും എന്നുള്ള സന്ദേശമാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്, നമുക്കെല്ലാം ഇൻക്ലൂഡ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ എല്ലാവരും എല്ലാ പാഠഭാഗങ്ങളും നന്നായിട്ട് പഠിക്കുക, ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അനലൈസ് ചെയ്യുക. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. മലയാളമാണ് അത്യാവശ്യം നിങ്ങൾ എഴുതി പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.